അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആൻഡ് ക്വാസി കോൺട്രാക്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്? അതിന്റെ മീനിങ് ആണ്. എന്താണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ? അതായത് both the parties are subjected to an obligation to do or not to do something. In case any of the parties fails to carry out his agreed obligation or by his act makes it impossible to perform his obligation under the contract, he is said to have committed to breach of contract. അതായത് റെസിപ്രോക്കൽ പ്രോമിസ് പഠിച്ചല്ലോ നമ്മൾ. അതെന്താ? രണ്ട് പാർട്ടീസും മ്യൂച്വലി അഗ്രി ചെയ്തിട്ട് ഒരു ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്യുന്നതിനാണ് റെസിപ്രോക്കൽ പ്രോമിസ് പറയുന്നത്. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് വരുന്ന സമയത്ത് രണ്ട് പാർട്ടീസിലും ഒരാൾക്ക് അയാളുടെ ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല, അതേപോലെ മുന്നോട്ടേക്ക് ആ കോൺട്രാക്റ്റിനെ കൊണ്ടുപോകാനായിട്ട് അയാൾക്ക് കേപ്പബിൾ അല്ല എന്നുള്ള കേസിൽ എന്ത് ചെയ്യും? അവർ ആ ഒബ്ലിഗേഷൻസ് കമ്മിറ്റ് ചെയ്യാൻ മുന്നോട്ട് പറ്റുന്നില്ല എന്ന് പറയുന്ന അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കോൺട്രാക്ട് ബ്രീച്ച് ആവുക ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് രണ്ട് പാർട്ടീസ് ഉണ്ടാവും, അതിൽ ഒരാൾക്ക് മുന്നോട്ടേക്ക് ഇനി പെർഫോം ചെയ്യാനോ അവരുടെ ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യാനോ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ആ കോൺട്രാക്ട് ബ്രേക്ക് ആവുന്നതിനെയാണ് നമ്മൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് അറൈസ് ചെയ്യപ്പെടും രണ്ട് രീതിയിലാണ്. ഫസ്റ്റ് വൺ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചും സെക്കൻഡ് വൺ ആക്ച്വൽ ബ്രീച്ചും. ഓക്കെ, ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഒക്കേഴ്സ് വെൻ എ പാർട്ടി repudiates the contract before the time fixed or its performance. അതായത് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറഞ്ഞാൽ അതിൽ ഈ പാർട്ടി എപ്പോഴായിരിക്കും അവരുടെ പെർഫോമൻസ്, അതായത് ഒരു ഫിക്സഡ് ടൈം പറഞ്ഞിട്ടുണ്ടാവും, ആ ടൈമിനുള്ളിൽ അത് പെർഫോം ചെയ്യാനായിട്ട് അയാൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു ഫിക്സഡ് ടൈം അതിൽ ആ കോൺട്രാക്റ്റിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ആ ടൈമിനുള്ളിൽ അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ടാവും, ആ ടൈമിനുള്ളിൽ ആ കോൺട്രാക്റ്റ് അയാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് അവിടെ എന്താവും? ബ്രീച്ച് ആയിപ്പോവും. ഓക്കെ, അതിനാണ് നമ്മൾ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ്. ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് എ പാർട്ടി ടു കോൺട്രാക്ട് refuses to face to perform his part of the contract at a fixed time fixed for performance of the contract, he will liable for his breach. അതായത് ആൻറ്റിസിപ്പേറ്ററി കോൺട്രാക്റ്റിൽ ഒരു എക്സാമ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിനി നോക്കുന്നത് ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ്. ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അവരുടെ ആക്ച്വൽ ടൈം അതിലും ഫിക്സ് ആയിട്ടുണ്ടാവും. ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ കോൺട്രാക്റ്റ് എന്ത് ചെയ്യും? അത് ബ്രീച്ചായി പോവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം സ്പെസിഫിക് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ കറക്റ്റ് പെർഫോമൻസ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ആ കോൺട്രാക്റ്റ് എന്താവുന്നു? ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആയിട്ട് കണക്കാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് 2 ടൈപ്സ് ആണ് നമ്മൾ പഠിച്ചു, ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചും ആക്ച്വൽ ബ്രീച്ചും. ഓക്കെ, പിന്നെന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്? റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഓക്കെ, സർട്ടൻ റെമഡീസ് ഉണ്ടാവും, അതാണ് നമ്മളെ മെയിൻ ഇതിൽ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യം. അപ്പം ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്താണെന്ന് നോക്കി, 2 ടൈപ്സ് നോക്കി. ഇനി നമ്മൾ റെമഡീസ് ഫോർ ബ്രീച്ച്, ഈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിന് കുറച്ച് റെമഡീസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ വരാതിരിക്കാനുള്ള പരിഹാരങ്ങൾ. ഓക്കെ, അതാണ് ഇതിലൊരു എസ്സേ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റിസെഷൻ ഓഫ് ദ കോൺട്രാക്ട്. വാട്ട് ഈസ് റിസെഷൻ ഓഫ് ദ കോൺട്രാക്ട്? റിസെഷൻ ഓഫ് ദ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അതായത് a contract has refused to perform or disabled himself from performing his promise on its entirety. The promisee may put an end to the contract. This is called right of rescission. അതായത്
രണ്ട് പാർട്ടീസ് ഉണ്ടാവും. ഓക്കെ, അതിൽ എന്താ പറ്റുന്നത് വെച്ചാൽ അവർ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാന്നുള്ളത് റെഫ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിസേബിൾ ആയി പോവുക, അത് മുന്നോട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസേബിൾ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ പ്രോമിസി ഹിംസെൽഫ് അറിയിക്കുകയാണ് നമുക്കത് കോൺട്രാക്റ്റ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അതിനെയാണ് നമ്മൾ റിസെഷൻ ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് സെറ്റിംഗ് എസൈഡ് ഓഫ് ദ കോൺട്രാക്ട്, അതായത് അത് സെറ്റിൽമെൻറ്റ് ചെയ്യുക, ആ കോൺട്രാക്റ്റ് അവർ സെറ്റിൽമെൻറ്റ് ചെയ്യും. അയാളുടെ വില്ലിങ്നെസ് നോട്ട് ടു ഡു വില്ലിങ്നെസ്, അയാൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് അവർ മ്യൂച്വലി സെറ്റിൽമെൻറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് റിസെഷൻ ഓഫ് ദ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, സ്യൂട്ട് ഫോർ ഡാമേജസ്. സ്യൂട്ട് ഫോർ ഡാമേജസ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ദ അഗ്രീവ്ഡ് പാർട്ടി ബിസൈഡ് റിസൈൻഡിങ് ദ കോൺട്രാക്ട് ക്യാൻ ക്ലെയിം ഫോർ ഡാമേജസ്. അതായത് സ്യൂട്ട് ഫോർ ഡാമേജസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പോലെ തന്നെ രണ്ട് പാർട്ടീസ് ഉണ്ടാവും. ഒരാൾക്ക് അത് സർട്ടൻ കേസസിൽ അത് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അയാളുടേതായ കാരണങ്ങൾ കൊണ്ട്, അല്ലാത്ത കാരണം കൊണ്ടല്ല, അങ്ങനെയുള്ള കാരണങ്ങളിൽ സമയത്ത് അവർക്ക് അതിനെന്ത് ചെയ്യും, അതിന് ആ കോൺട്രാക്റ്റിന് വരുന്ന ഡാമേജസ് ആ വ്യക്തി എന്ത് ചെയ്യും, ഏറ്റെടുക്കും. അതായത് അതിന് ആ ഡാമേജസ് നികത്താനുള്ള പണമോ കാര്യങ്ങളോ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാന്നുള്ളത് അറിയിച്ചും കൊണ്ട് ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു റെമഡിയാണ്. അപ്പം അത് സ്യൂട്ട് ഫോർ ഡാമേജ് സ്യൂട്ട് ചെയ്യാൻ വില്ലിങ്നെസ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൻ്റെ റെമഡിയാണ്. ഫസ്റ്റ് വൺ റിസെഷൻ, സെക്കൻഡ് വൺ സ്യൂട്ട് ഫോർ ഡാമേജസ് ആണ്. തേർഡ് പോയിന്റ് എന്താണ്, സ്യൂട്ട് ഫോർ ഡാമേജസിൽ നമുക്ക് കുറേ പോയിന്റ്സ് വേറെ വരുന്നുണ്ട്, ജസ്റ്റ് അതൊന്ന് വായിച്ചു പോവാം. അതിൽ ഓർഡിനറി ഡാമേജസ്, സ്പെഷ്യൽ ഡാമേജസ്, നോമിനൽ ഡാമേജസ്, അങ്ങനെ കുറേ കാരണം വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്തിട്ട് പോവാം. പിന്നെ അടുത്ത പോയിന്റ് എന്താ, ഞാൻ മെയിൻ പോയിന്റ്സ് ഇവിടെ കവർ ചെയ്യുന്നുള്ളൂ. സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്, മൂന്നാമത്തെ റെമഡീസ് ആണ് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇൻ സർട്ടൻ കേസസ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് damages may not be considered as an adequate remedy. The aggrieved party may not be interested in monetary compensation. അതായത് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് എന്നാൽ ചില സമയത്ത് ഇപ്പോൾ ഇയാളുടെ ഡാമേജ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ അത് സ്യൂട്ട് ചെയ്യാന്ന് മറ്റ് മുന്നത്തെ കേസിൽ നമ്മൾ പറഞ്ഞല്ലോ. അതായത് രണ്ട് പാർട്ടീസ് സ്യൂട്ട് ഫോർ ഡാമേജ് ആക്ച്വലി പറഞ്ഞാൽ രണ്ട് പാർട്ടീസ് ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരാളുടെ പ്രശ്നം കൊണ്ട് എന്തെങ്കിലും ഡാമേജസ് വന്നാൽ അത് ക്ലെയിം ചെയ്യാമെന്ന് ഒരാൾ സമ്മതിക്കുന്നത്. പക്ഷേ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് എന്നാൽ ചില സർട്ടൻ കേസസിൽ ഡാമേജസ് ക്ലെയിം ചെയ്താൽ മാത്രം, അങ്ങനെ അതല്ലാതെ വരുന്ന കേസിൽ അവരെന്ത് ചെയ്യുക, മോണിറ്ററി കോമ്പൻസേഷൻ തന്നെ കൊടുക്കുക എന്നുള്ളത്. അതായത് ആക്ച്വലി അപ്പോൾ അതിൻ്റെ ഒബ്ലിഗേഷൻ എന്തായിരുന്നു ആ കോൺട്രാക്റ്റിൻ്റെ, ആ കോൺട്രാക്റ്റ് ബ്രീച്ച് ആയാൽ അതിൻ്റെ മോണിറ്ററി കോമ്പൻസേഷൻ, അതായത് ക്യാഷ് മോണിറ്ററി ടേംസ് എന്ന് പറഞ്ഞാൽ എന്താ, മണി ടേംസ് ആണ്. അങ്ങനെ തന്നെ ആ എന്താ പറയുക ഡാമേജ് ക്ലെയിം ചെയ്യുക എന്ന് പറയുന്നതിനാണ് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത പോയിന്റ് സ്യൂട്ട് ഫോർ ഇൻജക്ഷൻ ആണ്. സ്യൂട്ട് ഫോർ ഇൻജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, when a party is in a breach of negative term of contract whereas he does something which he promised not to do, the court may be issuing an order. അതായത് ഇൻജക്ഷൻ ഓർഡർ എന്ന് കേട്ടിട്ടില്ലേ, നമ്മൾ കോർട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് ഇൻജക്ഷൻ ഓർഡർ. അതായത് രണ്ട് പാർട്ടീസ് ഉണ്ടാവും, അതിലൊരു പാർട്ടി എന്തെങ്കിലും കാരണങ്ങൾ കാരണം അവർ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് പറ്റുന്നു, കോർട്ടിൽ നിന്ന് ഒരു ഇൻജക്ഷൻ ഓർഡർ കൊടുക്കും. അതായത് മറ്റേ ആൾക്ക് അതിനുള്ള എന്താ പറയുക, മറ്റേ ആൾക്ക് അതിന് നല്ല നഷ്ടപരിഹാരത്തിനും കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് അതിന് ഇൻജക്ഷൻ ഓർഡർ കൊടുക്കും. അത് ഈ പ്രവൃത്തി മുന്നോട്ടേക്ക് നിർത്തിവെക്കാനും അതിനുള്ള നഷ്ടപരിഹാരത്തിനൊക്കെ ആയിട്ട്. അപ്പം ഇൻജക്ഷൻ ഓർഡർ എപ്പോഴും എവിടുന്നാണ് കിട്ടുന്നത്, കോർട്ട് വഴിയായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പം സച്ച് ഓർഡർ ഇഷ്യൂഡ് ബൈ കോർട്ട് ഈസ് കോൾഡ് ഇൻജക്ഷൻ. അങ്ങനെ കിട്ടുന്ന ഓർഡറിനെയാണ് നമ്മൾ ഇൻജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്യൂട്ട് ഫോർ ഇൻജക്ഷൻ ഓർഡറിനുള്ള അതിലൂടെ നമുക്ക് എന്താ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് റെമഡീസ് ആണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ് സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിയൂട്ട് എന്ന് വെച്ചാൽ എന്താ,
അതായത് നമ്മൾ എഴുതിയിട്ടില്ല. സ്യൂട്ട് ഫോർ ക്വാണ്ടം മെറിയൂട്ട്. ക്വാണ്ടം മെറിയൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ക്വാണ്ടം മെറിറ്റ് മീൻസ് മച്ച് ആസ് ഈസ് മെറിറ്റഡ്. അതായത് മച്ച് ആസ് ഈസ് മെറിറ്റഡ് എന്ന് പറഞ്ഞാൽ ഏൺ ചെയ്യുന്നത്. ഓക്കെ, അതായത് ദ നോർമൽ റൂൾ ഓഫ് ലോ ഇസ് ദാറ്റ് അൺലെസ് എ പാർട്ടി ഹാസ് പെർഫോംഡ് ഹിസ് പ്രോമിസ് in its entirely, he cannot claim performance from the other. To this rule, however, there are certain exemptions on the basis of quantum merit. When a person has done some work under a contract and the other party repudiates the contract or some event happens which is further performance of the contract. അതായത് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ മച്ച് ആസ് ഈസ് ഏൺഡ് എന്നാണ് അർത്ഥം. മച്ച് ആസ് ഈസ് ഏൺഡ് അതായത് ചില പെർഫോമൻസിൽ നമ്മൾ എന്താ പറയുക, രണ്ട് പാർട്ടീസ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ എൻറ്റയർലി പ്രോമിസ് അവർ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് പറ്റും, എൻറ്റയർലി പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് കരുതുക ഒരു പാർട്ടിക്ക്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യും, മറ്റേ പാർട്ടിയിൽ നിന്ന് അയാൾക്ക് അത് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. രണ്ട് പാർട്ടീസ് ഉണ്ടെങ്കിൽ ഒരാൾ അയാളുടെ ഫുൾ എൻറ്റയർ ഒബ്ലിഗേഷൻസും പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റേ പാർട്ടിക്ക് അതെന്ത് ചെയ്യാം, അത് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഏത് റൂളാണ് യൂസ് ചെയ്യുക? ക്വാണ്ടം മെറിറ്റ് എന്ന് പറഞ്ഞ റൂൾ പ്രകാരമായിരിക്കും അവർ ആ ക്ലെയിം സർട്ടൻ കേസസിൽ ആ ക്ലെയിമിനെ അത് ക്ലെയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പം എങ്ങനെ സംഭവിക്കുക വെച്ചാൽ വെൻ എ പേഴ്സൺ ഹാസ് ഡൺ സം വർക്ക് അണ്ടർ എ കോൺട്രാക്ട്, ഈ കോൺട്രാക്റ്റിൻ്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് അവരെ ഡാമേജസ് അല്ലെങ്കിൽ അവർക്ക് ആ കോൺട്രാക്റ്റിൽ വന്ന എന്താ പറയുക ഡിലേ അല്ലെങ്കിൽ നഷ്ടത്തിൽ വരുന്ന കാര്യങ്ങൾ ക്വാണ്ടം മെറിറ്റിൻ്റെ കേസിൽ അവർക്കത് തിരിച്ച് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ക്വാണ്ടം മെറിറ്റ് എന്ന് പറഞ്ഞ കേസസ്. അപ്പം ഈ ഒരു ഇതിൽ നമ്മൾ നോക്കിയത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ്. ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ കോൺട്രാക്റ്റിൻ്റെ ഓപ്പോസിറ്റ്, അതായത് മറ്റതിൽ രണ്ട് മ്യൂച്വൽ കൺസെൻറ്റോട് കൂടി അവരെ ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യുന്നു. ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൽ ഏതെങ്കിലും ഒരു പാർട്ടിയോ എന്താ വെച്ചാൽ മുന്നോട്ട് ഇത് പോകാൻ ഡിസേബിൾ ആണെന്ന് അറിയിച്ചിട്ട് അവർ ആ കോൺട്രാക്റ്റിനെ ബ്രീച്ച് ചെയ്യുന്നതിനാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതിൽ 2 ടൈപ്സ് നമ്മൾ പഠിച്ചു, ആക്ച്വലും അറ്റംപ്റ്റഡും നമ്മൾ നോക്കി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. ദെൻ അതിൻ്റെ റെമഡീസ് ആണ്. ഓക്കെ, അതിൽ 5 റെമഡീസ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കിയത്. ഫസ്റ്റ് വൺ റിസഷൻ ഓഫ് ദ കോൺട്രാക്റ്റ്, ദെൻ സ്യൂട്ട് ഫോർ ഡാമേജ്, ദെൻ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്, സ്യൂട്ട് ഫോർ ഇൻജെക്ഷൻ, ദെൻ ക്വാണ്ടം മെറിറ്റ്. ഓക്കെ, റിസഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒന്നും കൂടി ഓടിച്ച് പറയാം എന്നുണ്ടെങ്കിൽ റിസഷൻ എന്ന് പറഞ്ഞാൽ 2 പേരിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക ക്ലെയിം ചെയ്യുന്ന സമയത്ത് മറ്റേ ഒരു പാർട്ടി അവർ കോൺട്രാക്റ്റ് ബ്രീച്ച് ആവുന്ന സമയത്ത് മറ്റേ ആൾക്ക് അതിനുള്ള ക്ലെയിം റിസഷൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവും. സ്യൂട്ട് ഫോർ ഡാമേജ് എന്ന് പറഞ്ഞാൽ അതിന് ഡാമേജസിൽ എന്താണോ പറ്റുന്നത് അത് പാർട്ടി എന്താ പറയുക റിക്കവർ ചെയ്യാൻ ഏറ്റെടുക്കുന്നത്. സ്പെസിഫിക് പെർഫോമൻസ് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ കുറച്ചുകൂടി ഇലാബറേറ്റഡ് ഫോർമാറ്റ് ആയിരിക്കും. അതായത് ഡാമേജസ് മാത്രമല്ല മോണിറ്ററി ടേംസിൽ അവരുടെ നഷ്ടം മീറ്റ് ചെയ്യാമെന്ന് കാണിക്കുന്നു. സ്യൂട്ട് ഫോർ ഇൻജെക്ഷൻ എന്ന് പറഞ്ഞാൽ കോർട്ട് വഴി ഇൻജെക്ഷൻ ഓർഡർ വഴി അവരുടെ കോൺട്രാക്റ്റിൻ്റെ ഡാമേജസ് അല്ലെങ്കിൽ അവരുടെ നഷ്ടം നികത്തുന്നത്. ദെൻ ക്വാണ്ടം മെറിറ്റ് എന്ന് പറഞ്ഞ റെമഡി. ഓക്കെ, ഇത്രയും റെമഡീസ് ആണുള്ളത്. ഓക്കെ.